ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അടി കട്ടിയുള്ള ഒരു ഉരുളി എടുത്ത് വെക്കുക. ഏത് പാത്രമായാലും എടുക്കാം. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് വരാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. നമുക്ക് അടച്ചു വെച്ച് 5 മിനിറ്റ് ചെറു തീയിൽ വേവിച്ചെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു തക്കാളിയും ചെറിയ തക്കാളിയുമാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ അടച്ചു വെച്ച് വേവിച്ചതാണ്. തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. ചെറു തീയിൽ വേണം വേവിച്ചെടുക്കാനുള്ളത്. ഞാൻ വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ളതാണ്. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. തിളച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാല ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി നമുക്ക് അടച്ചു വെച്ച് 10 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ചാറൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ തണ്ടോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
എല്ലാവരും ഇത് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. ഇതിലേക്ക് ഒരു നുള്ളു മസാലയും കൂടി തൂറ്റി കൊടുക്കുക. ചിക്കൻ കറി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ചപ്പാത്തി, ഇടിയപ്പം, പെറോട്ടയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്